അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കൾ, കഴിഞ്ഞ സംസാരത്തിലുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള അധാർമികപരമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ നാട്ടിലെ ഒരുപാട് ഉദാഹരണങ്ങളും കഴിഞ്ഞൊരു സംസാരത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ നമ്മുടെ നാട്ടിലും വളരെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ, സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രചരണങ്ങൾ തകൃതിയായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ വായിച്ച ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചത് ഇങ്ങനെയാണ്. ആ സുഹൃത്തിൻ്റെ മകൻ അവരുടെ സ്കൂളിലുള്ള മറ്റൊരു സുഹൃത്തുമായിട്ട് ഈ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിട്ടുള്ള വ്യക്തിയുടെ മകൻ അവൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു സംഭാഷണം ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ അനുഭവക്കുറിപ്പായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് ഈ രണ്ട് സുഹൃത്തുക്കൾ സ്കൂളിലെ ചെറിയ കുട്ടികളാണ്, UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് ഇതിലെ ഒരുത്തന് അവനൊരു ആഗ്രഹമുണ്ട് സൈക്കിൾ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ മറ്റേ കുട്ടീനോട് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് എൻ്റെ വാപ്പാനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാപ്പാനോട് എങ്ങനെയാണ് കാര്യം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ മറ്റേ കുട്ടി ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ആ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊരു പുതിയ കാലത്തൊക്കെയാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വാപ്പാനോടൊരു സൈക്കിൾ വാങ്ങി തരണം എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി വാപ്പാനോട് പറയേണ്ടൊന്നും ആവശ്യമില്ല, അതിന് ചില ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, വീട്ടിൽ പോയതിന് ശേഷം വാപ്പാൻ്റെ വാപ്പ ഉപയോഗിക്കാത്ത സമയത്ത് വാപ്പാൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അതിലെന്തൊക്കെ സെർച്ച് എഞ്ചിനുകളുണ്ടോ, ഗൂഗിളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ, ആമസോൺ ആവട്ടെ, ഫ്ലിപ്കാർട്ട് ആവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോയിട്ട് നല്ല സൈക്കിൾ ബ്രാൻഡുകളെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യാം, പരമാവധി സെർച്ച് ചെയ്യുക, ഓഫറുകളെ കുറിച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് പോരാ. എന്നിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ ഉടനെ വാപ്പാനെ കാണുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക, വാപ്പ എനിക്കൊരു സൈക്കിൾ വാങ്ങണമെന്ന്. ആദ്യം തന്നെ പറയുമ്പോൾ മിക്കവാറും അധിക രക്ഷിതാക്കളും എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലും ഈ കുട്ടിയും ആ ഒരു തരത്തിൽ അനുഭവം പങ്കുവെച്ചു. ആദ്യമൊന്നും എൻ്റെ വാപ്പ സമ്മതിക്കുന്നുണ്ടാവില്ല. പിന്നീട് എൻ്റെ ഉപ്പ ഒരു ഫോണൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ പുതിയ സൈക്കിൾ ബ്രാൻഡുകളെ കുറിച്ചിട്ടും സൈക്കിളിനുള്ള ഓഫറുകളെ കുറിച്ചിട്ടൊക്കെ ആവും. അപ്പോൾ എൻ്റെ മോനും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ, എന്നാലും ഓനക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കല്ലോ എന്നുള്ളൊരു ചിന്ത വാപ്പാൻ്റെ ഉള്ളിലേക്ക് വരും. ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു അനുഭവമാണ്. പുതിയ കാലത്ത് കുട്ടികൾ ഏത് രീതിയിലാണ് രക്ഷിതാക്കളെ പോലും കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന് ചെറിയ ഉദാഹരണങ്ങൾ. നമ്മൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആലോചനകളും, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയോടൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ന സാധനം വീട്ടിലേക്ക് വാങ്ങണം എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പിന്നീട് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ പരസ്യങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സമൂഹത്തിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ചിന്തകളെ മാറ്റുന്ന രൂപത്തിൽ, അത്തരം ആളുകളുടെ ചിന്താഗതി മാറ്റുന്ന രീതിയിലുള്ള വലിയ പ്രൊപ്പഗണ്ടകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലേറിയതിന് ശേഷം എങ്ങനെയാണ് ജൂതന്മാർക്കെതിരെയുള്ള വ്യക്തമായിട്ടുള്ള അജണ്ടകളോട് കൂടിയിട്ടുള്ള പ്രചരണങ്ങൾ അയച്ചു വിട്ടത് എന്നുള്ളത്. പ്രൊപ്പഗണ്ട എന്നുള്ളൊരു വാക്ക് നമ്മൾ കേവലം ഒരു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രചരണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. എന്നാൽ അത് ചരിത്രത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സമൂഹത്തിനെതിരെയായിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് ആ സമൂഹത്തിനെ അരുകിവൽക്കരിക്കാനുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾക്കാണ് പ്രൊപ്പഗണ്ട എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലേറിയതിനു ശേഷം
പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു മന്ത്രാലയം തന്നെ പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണും. ഹിറ്റ്ലറിന്റെ സന്തത സഹചാരിയായിരുന്ന ജോസഫ് ഗീബൽസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗീബൽസിയൻ തന്ത്രം എന്നുള്ള മലയാളം പദങ്ങൾ നമ്മൾ പലപ്പോഴായി പല പ്രഭാഷകരുടെ സംസാരങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗീബൽസിയൻ തന്ത്രം. ഗീബൽസിയൻ തന്ത്രത്തിന്റെ യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നോക്കുമ്പോൾ, ഇത്തരത്തിൽ ഹിറ്റ്ലർ അധികാരത്തിലേറിയതിനു ശേഷം ജോസഫ് ഗീബൽസിനെ ഒരു പ്രൊപ്പഗണ്ട മിനിസ്ട്രി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ തലവനാക്കുകയാണ്. എന്താണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഉദ്ദേശം? സമൂഹത്തിൽ കൃത്യമായിട്ട് ജൂതന്മാർക്കെതിരെ കൃത്യമായിട്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക. അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ സംവിധാനങ്ങൾ, റേഡിയോ ആവട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, സിനിമകളാവട്ടെ, തിയേറ്ററുകളാവട്ടെ, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ജൂതന്മാരെ അരികുവൽക്കരിക്കുന്ന രീതിയിൽ അവരാണ് ജർമ്മൻ ജനതയുടെ നാശത്തിന് കാരണം, സാമ്പത്തികമായിട്ടും മറ്റൊക്കെ യുദ്ധത്തിന് ശേഷമുള്ള പ്രയാസങ്ങൾക്ക് കാരണം, തൊഴിലില്ലായ്മയുടെ ഒക്കെ കാരണം ജൂതന്മാരാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ പ്രധാനമായിട്ടും സിനിമാ സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജർമ്മനിയിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളമാണ് ജൂത സമുദായം ജർമ്മനിയിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ ഗീബൽസിൻ്റെ ഒരു തന്ത്രം എന്നുള്ളത് തന്നെ വലിയ നുണകൾ പറയുക എന്നുള്ളതാണ്, ചെറിയ നുണകളൊന്നല്ല. വലിയ നുണകൾ വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം സാവധാനം അതൊരു സത്യമായിട്ട് ഉൾക്കൊള്ളുമെന്നുള്ളത് ഗീബൽസിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഒരു വാക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രം ആധികാരികമായിട്ട് പരിശോധിക്കുമ്പോൾ ഗീബൽസ് ആണ് എന്നുള്ളതിൽ യാഥാർത്ഥ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ 19ഓളം പ്രിൻസിപ്പിളുകൾ തന്നെ ഗീബൽസിന് ശേഷം ഓരോ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ എങ്ങനെയാണ് ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ വഴി പ്രചരിപ്പിച്ചതെന്നും വലിയ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഉന്മൂലനത്തിലേക്കും വംശീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയതെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കഴിഞ്ഞൊരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ പത്രത്തിലൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുള്ളൊരു വാർത്തയായിരിക്കും രാമായണം സീരിയൽ കോവിഡ് സമയത്ത് റീടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. രാമായണം സീരിയൽ 1987 ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു സീരിയലായിരുന്നു. രാമനെ കുറിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളും പശ്ചാത്തലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഈ ഒരു കോവിഡ് സമയം വീണ്ടും റീടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു സീരിയൽ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്, ഈ ഒരു സീരിയൽ ഇറങ്ങി 1987 ശേഷം നടന്ന ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. 1991 ബാബരി മസ്ജിദിൻ്റെ പതനത്തിന് കാരണമായിക്കൊണ്ട് ഈ സീരിയലിലെ ഒരുപാട് സിംബൽസും കാര്യങ്ങളൊക്കെ LK അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രാമയഥ യാത്രയിൽ ഉപയോഗിച്ചിരുന്നെന്നും സീരിയൽ വലിയ രീതിയിൽ ആളുകളെ ഈ ഒരു ബാബരി മസ്ജിദ് തകർക്കാനുള്ള രാമയഥ യാത്ര പോലുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതിലേക്ക് ആളെ കൂട്ടാനും ഇത്തരം സീരിയലുകൾ കാരണമായിരുന്നുവെന്നും പിന്നീടുള്ള ഒരുപാട് പഠനങ്ങൾ വരികയുണ്ടായി. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് ഒരുപാട് സിനിമകളെ കുറിച്ചിട്ട് വളരെ വിവാദമായിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, കശ്മീർ ഫയൽസ് പോലുള്ള സിനിമകൾ ഈ അടുത്തായിക്കൊണ്ടാണ് സമൂഹത്തിൽ വലിയ രീതിയിൽ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സിനിമ വഴി അയച്ചുവിട്ടത്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഡയലോഗ് പ്രോഗ്രാമിൽ പട്ടാമ്പി MLA അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്, ഇത്തരം സിനിമകൾ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ സിനിമകൾ ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിമിനെ ഉത്തരേന്ത്യക്കാരാകട്ടെ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള ആളുകളാകട്ടെ സംശയാസ്പദമായിട്ടാണ് കാണുന്നത്. ആ സിനിമകളൊക്കെ ഇറങ്ങിയ കേരള സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം വിമാനത്തിൽ പോകുമ്പോഴൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, അവര് കാര്യങ്ങൾ എവിടെന്നാണ്, ബാക്കിയെല്ലാം സംസാരിച്ചു, എവിടെന്നാണ്, കേരളത്തിൽ നിന്നാണ്, പേര് മുസ്ലിം പേര്, അതോടുകൂടി അപ്പുറത്തുള്ള ആൾ മിണ്ടണില്ല. ഇങ്ങനൊരു തരത്തിലേക്ക് നമ്മൾ വിചാരിക്കും ഒരു സിനിമ കൊണ്ട് എന്ത് വരുന്നു എന്ന് കരുതുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ
ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്, ലക്നൌവിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യയിലെ പലരും ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ച് എന്നെ വിളിച്ചവരുണ്ട്. 32,000 33,000 ആളുകളൊക്കെ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞ കേരളത്തിൽ ഇതല്ലേ. അത് പിന്നീട് അവർ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ തിരുത്തിയെങ്കിലും ആ സത്യം എവിടെയാണെന്നല്ല, അസത്യം എല്ലായിടത്തും പ്രചരിച്ചു. അതൊരു സത്യമാണ് എന്ന് കരുതുന്നവരുണ്ട്. കശ്മീർ ഫയലിന് ശേഷം വലിയ തരത്തിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് മറ്റൊരു തരത്തിൽ അത് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ഇത്തരം സിനിമകൾ കേവലം സിനിമകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, സിനിമകൾ ആസ്വാദനമാണ് അല്ലെങ്കിൽ അതൊരു ആർട്ട് മാത്രമാണ്. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടകളും പ്രൊപ്പഗണ്ടകളും ഒക്കെ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാനും ആളുകൾക്കിടയിൽ വിഭാഗീയത ചിന്തകൾ ഉണ്ടാക്കുവാനും ഇത്തരം സിനിമകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ അടുത്ത് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ സ്വവർഗ ലൈംഗികതയെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ അത്തരം രംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു സിനിമ കാണുന്നതോട് കൂടിയിട്ട് ആളുകൾ ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ചിന്തകൾ മാറ്റുന്ന രീതിയിൽ ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി. ആ സിനിമയ്ക്ക് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ 2 ക്യൂർ ആക്ടിവിസ്റ്റുകൾ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജുകളിൽ പോയിക്കൊണ്ട് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ക്യൂർ ആക്ടിവിസ്റ്റുകൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയൊരു അഭിമുഖമുണ്ട്. അത് നിങ്ങൾ കണ്ടുനോക്കാം. എല്ലാ സിനിമകളും ഇന്റിമേറ്റ് സീനുകൾ പ്രദർശിപ്പിക്കണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ ഈ ഹെട്രോസെക്ഷൽ ബന്ധങ്ങളെ അല്ലെങ്കിൽ അത്തരം ഇന്റിമേറ്റ് സീനുകളെ കാണുന്ന പോലെ തന്നെ ഹോമോസെക്ഷൽ ബന്ധങ്ങളെ കണ്ടുകൂടാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സമൂഹം സ്വവർഗാനുരാഗ അല്ലെങ്കിൽ അത്തരം പ്രണയങ്ങൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത സമൂഹങ്ങളായതുകൊണ്ട് തന്നെ നിരന്തരം അത് ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പം സത്യത്തിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടൻ അത്തരം ഒരു ഇന്റിമേറ്റ് സീൻ പ്രദർശിപ്പിക്കുമ്പം ആളുകളിൽ അത് ഒരു വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടാക്കുക എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചാണ് മിക്ക ചർച്ചകളും പോകുന്നത്. ഈ ഇത്തരം ഒരു നടൻ ഇങ്ങനെ ഒരു റോൾ ചെയ്യാനായിട്ട് തയ്യാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ള ഉദാരതയും കാര്യങ്ങളൊക്കെ വളരെ പ്രകടമാണ് എങ്കിൽ പോലും അതിനെ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കാനായിട്ട് സംവിധായകന് കഴിയുമായിരുന്നു ഇത്തരം ഒരു സീനെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ. എന്താണ് അവർ പറയുന്നത്? സ്വവർഗ ലൈംഗികത പരിചിതമില്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ഇനിയും ബിഗ് സ്ക്രീനിൽ ഇത്തരം സിനിമകൾ ഇറങ്ങിക്കൊണ്ട് അത് നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുന്നുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. സമൂഹം ഇത് നോർമലൈസ് ചെയ്യണം. അപ്പം ഇത്തരം സിനിമകൾ കൃത്യമായിട്ടുള്ള അജണ്ടകളോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിക്കാനാണ് ഇത് കാണിച്ചത്. പിന്നെ അവർക്കൊരു പരാതിയുണ്ട്. ആ പരാതി എന്താന്ന് വെച്ചാൽ ആ സിനിമയിൽ ചില ഇൻറ്റിമേറ്റ് രംഗങ്ങൾ, സ്വവർഗ ലൈംഗികത ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആണും തമ്മിലുള്ള പ്രണയം എങ്ങനെയാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രണയ രംഗങ്ങളൊക്കെ ഉള്ള ഇൻറ്റിമേറ്റ് സീനുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. അപ്പം നോർമലൈസ് ചെയ്യുക, ഇത്തരം സിനിമകളും സാധനങ്ങളൊക്കെ നോർമലൈസ് ചെയ്യാൻ വിവിധ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നമ്മുടെ മക്കളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നെറ്റ്ഫ്ലിക്സ് പോലുള്ള സംവിധാനങ്ങൾ, അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമകളാകട്ടെ കാർട്ടൂണുകളാകട്ടെ, ചെറിയ കുട്ടികൾ കാണുന്ന സ്പൈഡർമാൻ കാർട്ടൂണുകളിൽ പോലും ഇത്തരം ട്രാൻസ്ജെൻഡറിസം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ പോലും ഇവരുടെ അജണ്ടകൾക്കനുസരിച്ചിട്ടുള്ള നിറങ്ങളും ഛായകളും നൽകിക്കൊണ്ട് പ്രചരണങ്ങൾ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇത്തരം അജണ്ടകൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം പാസ്സാക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഈ അടുത്തായിട്ട് നമ്മൾ വാർത്ത കേട്ടു, LGBTQ ആക്ടിവിസത്തെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കി. വ്യത്യസ്ത അറബ് നാടുകളാകട്ടെ ബാക്കിയുള്ള പ്രദേശങ്ങളാവട്ടെ അവരൊക്കെ ഇത്തരം സിനിമകളാകട്ടെ കാര്യങ്ങളാകട്ടെ അതിനെയൊക്കെ നിരോധിക്കുന്ന രീതിയിൽ, അതൊക്കെ ആ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാത്ത രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ഇത്തരം ചിന്തകൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പരസ്യങ്ങളാവട്ടെ, ഇവരുടെ ഒരു പ്രൈഡ് മന്തായി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം തന്നെ വെറുക്കുന്നുണ്ട്. ആ ഒരു കാലമായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ വലിയ കുത്തക കമ്പനികളുടെ ലോഗോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സോഷ്യൽ മീഡിയകളിലൊക്കെ. അതൊക്കെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ അത്തരം രീതിയിലേക്ക് മാറ്റുന്നതായിക്കൊണ്ട്.
അപ്പോൾ വലിയ രീതിയിൽ ഒരു സാമ്രാജ്യത്വ ശക്തികൾ ഇടപെടുന്ന രൂപത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സോഷ്യൽ മീഡിയ നമ്മളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്നതാണ്. ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങൾ, അതിലൂടെയും ഇത്തരത്തിൽ ഒരുപാട് പ്രൊപ്പഗണ്ടകൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഇവിടെ BJP അധികാരത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. എങ്ങനെയാണ് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെയും അത്തരം കാര്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ ചിന്തയെ മാറ്റുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ ആളുകൾ. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ ആക്രമിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ സൈന്യം ഹോസ്പിറ്റൽ ആക്രമിച്ചൊരു വാർത്ത നമ്മൾ ഈ അടുത്ത് കേൾക്കുന്നുണ്ടായി. അതിനെ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ നാട്ടിൽ പാഠപുസ്തകങ്ങളിലടക്കം ഇത്തരം ആശയങ്ങൾ, LGBTQ പോലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ശ്രമങ്ങൾ ഇത്തരം കാര്യങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നിലപാടുകളുള്ളവരാവണം. അല്ലാത്തവരാകട്ടെ ആരായിരുന്നാലും കൃത്യമായിട്ട് ഓരോ വാർത്ത ഷെയർ ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആ വാർത്ത സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുകളാവണം. സെൻസിറ്റീവായിട്ടുള്ള വാർത്തകൾ, കൊലപാതകങ്ങളെ കുറിച്ചിട്ട്, ആത്മഹത്യകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഞാനാണിത് ആദ്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഈ വാർത്ത എനിക്ക് ലഭിച്ച സ്രോതസ് ശരിയാണോ അല്ലെങ്കിൽ ഈ വാർത്തയുടെ സോഴ്സ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് വിവിധ സംവിധാനങ്ങൾ, ഇന്നൊരു വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫാക്ട് ചെക്കിംഗ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ വളരെ ശരിയായിട്ടുള്ള ധാരണ നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരം അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഹുജറാത്തിലൂടെ പടച്ച തമ്പുരാൻ വിശ്വാസികളോട്, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കുന്നവരായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളത് പടച്ചോൻ തന്നെ നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളാവട്ടെ, ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളിലൂടെ ആകട്ടെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ ആ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ബോധമുള്ള ആളുകളായിട്ട് നമ്മൾ മാറണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.